ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ മേഖലയിലും അപ്പർ കുട്ടനാട്ടിലും പ്രളയക്കെടുതി അതിരൂക്ഷം. തീരമേഖലയിൽ കടൽക്ഷോഭവും ശക്തമായി തുടരുകയാണ്. ചെങ്ങന്നൂർ, കുട്ടനാട്, കാർത്തികപ്പള്ളി താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ ചെങ്ങന്നൂർ നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും വെള്ളപ്പൊക്കം രൂക്ഷമായി. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. ചെങ്ങന്നൂർ നഗരസഭയിലെ പുത്തങ്കാവ്, ഇടനാട്, മംഗലം പ്രദേശങ്ങളിലും പാണ്ടനാട് പഞ്ചായത്തിലെ RK സ്കൂൾ പരിസരം, വെൺമണി, ചാവടിത്തറ, അമ്പലത്തിന് സമീപം, ആറാട്ടുപുഴ, സ്കൂളിന് പിൻവശം എന്നിവിടങ്ങളിലും വ്യാപകമായി വെള്ളം കയറിയിട്ടുണ്ട്. ജില്ലയിൽ പ്രളയഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേന ചെങ്ങന്നൂരിലെത്തി. ചെന്നൈയിലെ 4-ാം ബറ്റാലിയനിൽ നിന്നുള്ള 11-അംഗ സംഘമാണ് ആദ്യഘട്ടമായി എത്തിയത്. കുട്ടനാട്ടിലെ തലവടി, മുട്ടാർ, നീരേറ്റുപുറം ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇതേസമയം കടലോര മേഖലയിൽ കടൽക്ഷോഭം വ്യാപക നാശം വിതയ്ക്കുകയാണ്. തൃക്കുന്നപ്പുഴയിലാണ് കടൽക്ഷോഭം അതിരൂക്ഷം. ഇവിടെ നിരവധി വീടുകൾ തകർന്നു. നിരവധി വീടുകൾ അപകട ഭീഷണിയിലുമാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും 9 വീടോളം തകർന്നിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും പിന്നെ തകരുന്ന അവസ്ഥയിൽ കിടക്കുന്ന തന്നെ ഒരു 10-30 വീടോളം പകുതി തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ പള്ളിശാല മുതൽ പിന്നെ പാനി പുത്തമ്പുരയ്ക്കൽ വരെയാണ് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നത്. 200 പേരെയോളം മാറ്റി താമസിപ്പിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓരോ വർഷവും കടലാക്രമണം നാശം വിതയ്ക്കുമ്പോൾ കടൽഭിത്തി നിർമ്മാണം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. ഭീതിയോടെയാണ് ഇവിടെ ഓരോ വീട്ടുകാരും കഴിയുന്നത്. എല്ലാ വർഷവും ഇതുപോലെയാണ്. ഈ വർഷം ഒരുപാട് കൂടുതലാണ്. എല്ലാ വർഷത്തിനെക്കാട്ടിലും ഒരുപാട് കൂടുതലാണ് ഈ വർഷം. എല്ലാ വർഷവും എല്ലാവരും വന്ന് പറയും കടൽഭിത്തി ചെയ്തു തരാം, കല്ല് ചെയ്തു തരാം, പക്ഷെ ഒരു പരിഹാരവും കാണുന്നില്ല ഇതുവരെ. ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കടൽക്ഷോഭവും കിഴക്കൻ വെള്ളത്തിന്റെ വരവും ഇപ്പോഴും ഭീഷണിയാവുകയാണ്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.